നാലാമത്തെ കഥ ഉമർ ഖത്താബിൻ്റെ കാലത്ത് ഒരാൾ മഴയ്ക്ക് വേണ്ടി തേടി എന്ന കഥയാണ്. അതും തന്നെ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കൃത്യമായ വിവരണം നൽകിപ്പോന്നതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ അന്നത്തെ ആളുകളോട് ഇതിൻ്റെ വസ്തുത അന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇന്നും തുടരുന്നു. നിങ്ങൾ ആ കളവും അതേപടി തുടരുന്നു. എന്നിട്ട് ഒരാൾ നബിയുടെ ഖബറിൽ വന്നുകൊണ്ട് നബിയെ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് പറഞ്ഞു എന്നാണ് കഥയിലുള്ളത്. യാ റസൂലല്ലാഹ് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക, നബിയെ നിങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി നിങ്ങൾ തേടണം നബിയെ, ഉമ്മത്ത് നശിക്കാൻ പോവുകയാണ് വെള്ളമില്ലാതെ എന്ന് ഒരാൾ വന്ന് പറഞ്ഞു എന്നാ. ആരാ വന്ന ആള്? അല്ലാഹു അഅലം. ഒരാൾ വന്ന് പറഞ്ഞു, ആയിക്കോട്ടെ, ഒരാളെന്ന് പറഞ്ഞുകൊണ്ട് എന്താ നമ്മളെ വിശ്വാസം സ്ഥാപിക്കാതെ മതിയോ? അപ്പം ഖുർആനും ഹദീസും തെളിവിൽ ആകപ്പോൾ എന്താ ഒരാൾ വന്ന് പറഞ്ഞു എന്നാ. എന്നിട്ട് പിന്നെ ആ വന്ന ആൾ ആരാണ്, ആ പോയ ആളാരാണ്, അത് മറ്റേ കിതാബുണ്ട്, അത് ഈ കിതാബുണ്ട്, സംഭവം ഒരു ഉദ്ധരിക്കുക. പിന്നെ ഇയാൾ മറ്റാൾ അങ്ങേപ്പുറത്തുണ്ട്, പിന്നെ ഇങ്ങേപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. സഹോദരൻ, എന്തിനെങ്ങനെയൊക്കെ കുത്തി മറിഞ്ഞ് ഒരു വിശ്വാസം സ്ഥാപിക്കേണ്ട വലിയ കാര്യമുണ്ടോ? അദ്ദേഹം പറയാണ്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അൽ-ബിദായത്ത് വന്നിഹായിൽ 3-4 സ്ഥലങ്ങൾ കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ നിന്ന് സ്വഹാബി ഖബറിൽ പോയില്ല. അവിടെ സ്വഹാബി ഖബറിൽ പോയില്ല. ഇത് സംഭവം 2 സംഭവമുണ്ട്. ഒന്ന്, ഒരാൾ നബി തങ്ങളുടെ ഖബറിൽ വന്ന് ഇങ്ങനെ പറയുന്നു, അത് സംഭവം. മറ്റൊന്ന്, ബിലാൽ ബിൻ ഹാരിസ് അൽ-മുസ്നി എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ക്ഷാമകാലത്ത് പട്ടിണി കിടക്കുമ്പോൾ വീട്ടുകാർ പറഞ്ഞ് നമ്മളേതെല്ലാം ആടിനെ അറക്കുക, വല്ലാത്ത പട്ടിനെ കഴിക്കാൻ ഒന്നുമില്ല. 6 മാസം നീണ്ടു നിന്ന ക്ഷാമമായിരുന്നു അന്ന്. ഉമർ ഖത്താബിൻ്റെ ഭരണകാലത്താണ്. ഉമർ ഖത്താബ് എല്ലാ പ്രദേശങ്ങളിലേക്കും കത്തയച്ചു, മദീനക്കാരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ നിന്നൊക്കെ ഭക്ഷ്യധാന്യങ്ങൾ വന്നു, പക്ഷെ അതൊന്നും മതിയാകുന്നില്ല. ഉമർ ഖത്താബ് ബൈത്തുൽ മാലിൽ നിന്ന് ഭരണാധികാരിക്ക് ഖലീഫയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിൻ്റെ മെനു പോലും ഉമർ ഖത്താബ് വെട്ടിച്ചുരുക്കി ഉണക്ക റൊട്ടി മാത്രമാക്കി മാറ്റി ഖലീഫൻ്റെ ഫുഡ്. എന്നിട്ട് ഉമർ ഖത്താബിൻ്റെ മുഖമൊക്കെ ആകെ നിറം മാറിയിരുന്നുവെന്നൊക്കെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. 6 മാസം നീണ്ടു നിന്ന ശക്തമായ വരൾച്ച, അതൊരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്. അതിലാണ് ബിലാൽ ബിൻ ഹാരിസ് അൽ-മുസ്നി എന്ന സ്വഹാബിയോട് പുരക്കാർ പറയാ, വല്ലാത്ത ബുദ്ധിമുട്ടാ, പട്ടിണി സഹിക്കാൻ പറ്റുന്നില്ല, കഴിക്കാൻ വീട്ടിലൊന്നുമില്ല, നമ്മുടെ ആടുണ്ടല്ലോ അതിനോട് അറക്കല്ല, എന്താ കാട്ടുക, അത് തിന്ന് നമ്മൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അറുത്തിട്ടൊരു കാര്യമില്ല, അതിന് ഇറച്ചില്ല, ഒന്നുമില്ല, ആകെ എല്ലും തോലും ആയിട്ടുണ്ട്, അർത്ഥ എന്ത് കിട്ടാനാ? ഫഅലഹു അലൈഹി, കുടുംബങ്ങൾ കീർത്തിച്ചു. പക്ഷെ അർത്ഥപ്പോൾ ഒന്നുമില്ല, ഒരു എല്ലും ഇങ്ങനെ ചോര പറ്റിയൊരു നിറം മാത്രം, വേറെ ഒന്നുമില്ല. അന്ന് അദ്ദേഹം രാത്രി നബിയെ സ്വപ്നം കണ്ടു എന്നാണ് പിന്നെ കഥ പറഞ്ഞത്. അവിടെയാണ് സ്വപ്നം കാണുന്നത്. അപ്പം ഖബറിൽ പോയത് വേറെ, സ്വപ്നം കണ്ടത് വേറെ. ഇവിടെ എന്താക്കി, രണ്ടും ഒന്നര ഏച്ചൂട്ടി. ഒരാൾ നബിയുടെ ഖബറിൽ വന്നു എന്ന് പറയുന്നുണ്ട്, അയാൾ നബിയെ സ്വപ്നം കണ്ടത് അപ്പുറത്തുണ്ട്. അപ്പം രണ്ടും കൂടാണ്ട് കട്ട് ആൻഡ് പേസ്റ്റ്. അപ്പം എന്തായി, ഖബറിൽ പോയ ആൾ സ്വപ്നം കണ്ടു എന്നായി. അപ്പോൾ സ്വപ്നത്തിന് നബി വന്നു, എന്നിട്ട് പറഞ്ഞു മഴ കിട്ടുമെന്ന് പറഞ്ഞു. ഉമർ ഖത്താബിലേക്ക് ചെല്ലുക, സന്തോഷ വാർത്ത അറിയിക്കുക, എൻ്റെ സലാം പറയുക. അപ്പം കിട്ടിയ തെളിവ് സംഭവം തന്നെ സ്വഹീഹല്ലത്, വേറെ കാര്യം ആരാ എന്താ ഏതാ ഒന്നുമില്ല. എന്നിട്ട് അതാണ് ഇങ്ങനെ ഏച്ചുകൂട്ടി എങ്ങനെയൊക്കെയോ തെളിവുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അവിടെ 3 കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന്, ബിലാൽ ബിൻ ഹാരിസ് അൽ-മുസ്നി എന്ന സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ ചെന്നു എന്ന് പറയുന്ന ഒരൊറ്റ റിപ്പോർട്ടുമില്ല. ബിലാൽ ബിൻ ഹാരിസ് അൽ-മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന റിപ്പോർട്ടില്ല. ഉള്ളതൊക്കെ എന്താ, ഒരു റജുല് വന്നു എന്നാണ്. ആ റജുല് ബിലാൽ ബിൻ ഹാരിസ് ആണോ? അങ്ങനെ റിപ്പോർട്ടിൽ എവിടെയുമില്ല. അതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തത്, ബിലാൽ ബിൻ ഹാരിസിന്റെ പേര് പറഞ്ഞുകൊണ്ട് വന്ന റിപ്പോർട്ടുകൾ അവിടെ എവിടെയും ഖബറിൽ പോയത് പറയുന്നില്ല. ബിലാൽ ബിൻ ഹാരിസിന്റെ പേര് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലൊക്കെ സ്വപ്നം കണ്ട കഥയേ ഉള്ളൂ, ഖബറിൽ പോയ കഥയില്ല. നബിയെ സ്വപ്നം കണ്ടു എന്ന കഥ ഉണ്ട്, അതിന് വിരോധമില്ലല്ലോ. അപ്പോൾ ഒന്ന്, ജാ റജുൽ എന്നാണ് പറഞ്ഞത്, അവിടെ ബിലാലിൻ്റെ പേരില്ല. 2, ബിലാലിൻ്റെ പേര് പറഞ്ഞിടത്തൊന്നും ഖബറിൽ പോയ കാര്യവുമില്ല. പിന്നെയോ 3-മത് ഇവർ ഒപ്പിക്കലുള്ളത് ഈ ആൾ തന്നെയാണ് ആ ആള് എന്ന് കിതാബിലുണ്ട്. അതിവിടെയുള്ളത് സെയ്ഫ് എന്ന് പറയുന്ന, സെയ്ഫ് ഇബ്നു അംർ അൽ-ലബ്ബി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അൽ ഫുതൂഹ് വർ-റിദ്ദ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇത് ആ ആൾ തന്നെയാണ്. ഈ സെയ്ഫോ മുത്തഹമും ബിസന്ദഖ,
നിരീശ്വരവാദിയാണ് എന്നുവരെ വിമർശനം അക്കാലത്ത് ഉന്നയിക്കപ്പെട്ട ആളാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഉണ്ടെന്നാ പറഞ്ഞത് ഈ പോയാൾ ബിലാലാകുന്നു. അവിടെയും പോയാൾ ബിലാലാന്നില്ല, സ്വപ്നം കണ്ടാൾ ബിലാലാന്നേ ഉള്ളൂ. സ്വപ്നം കണ്ടാൾ ബിലാലാണ് എന്നേ ഉള്ളൂ, അല്ല കബറിങ്ങ പോയാൾ ബിലാലാണ് എന്ന് അവിടെ ഇല്ല. പിന്നെ ഇപ്പം തട്ടുപ്പിച്ച് കൊണ്ടുവന്നൊക്കെയാണ് മവാഹിബുല്ലദീനയുടെ സറഹിൽ ഇമാം സുർഖാനി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോയാൾ ബിലാലാകുന്നു. ശരി, അവിടെ ഉണ്ട്, അത് അടുത്ത കാലത്ത് ഒരു കിതാബാണ്. പക്ഷേ അതിലെന്താ ഉള്ളത് എന്ന് സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് എന്നാ. സെയ്ഫ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം കഴിഞ്ഞില്ലേ ഒക്കെ അതിന്. അപ്പം സെയ്ഫ് പറഞ്ഞത് സ്വപ്നം കണ്ട കഥയാണ്, കബറിങ്ങ പോയതല്ല. ഇതൊക്കെ പാടെ കൂട്ടിക്കുഴച്ച് ഒന്നാക്കിയിട്ട് തെളിവുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയമായ നാലാമത്തെ ചോദ്യം മറക്കാൻ പാടില്ല. മൂന്നെണ്ണം നേരത്തെ ചോദിച്ചു. നാലാമത്തെ ചോദ്യം, ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബി തങ്ങളുടെ ഖബറിൽ ചെന്ന് ഇസ്തസ്ഖില്ലാഹ ലി ഉമ്മത്തിക എന്ന് പറഞ്ഞ, നബിയെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് കാണിക്കാമോ? ഒറ്റ റിപ്പോർട്ടിലെങ്കിലും ബിലാൽ ഇബ്നു ഹാരിസ് മുസ്നി എന്ന സ്വഹാബി നബിയുടെ ഖബറിൽ ചെന്നുകൊണ്ട് നബിയോട് നബിയെ നിങ്ങൾ മഴയ്ക്ക് വേണ്ടി തേടണേ എന്ന് പറഞ്ഞ ഒരൊറ്റ റിപ്പോർട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് കാണിക്കാൻ കഴിയില്ല.